ദൈവത്തിന് സ്തുതി. മാതാവിൻ്റെ അത്ഭുത കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്നലെ കേട്ട മാതാവിൻ്റെ അത്ഭുത കഥയ്ക്ക് ശേഷം ഒത്തിരി പേര് കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ പ്രഭാത ബലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 9 മുതൽ 9:30 വരെ ഞങ്ങൾ ഓൺലൈനിൽ അനേകം വൈദികർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് തിരുസഭാ ചരിത്രത്തിൽ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ നടന്ന മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൻ്റെ ചരിത്രമാണ്. ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. അദ്ദേഹത്തിന് നല്ല കാറ്റുണ്ട്, ഇവിടെ നല്ല തണുപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തെ ഒരു മജിസ്ട്രേറ്റ് ആക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പാരീസിൽ ജെസ്യൂട്ട് വൈദികർ നടത്തുന്ന ക്ലെയർമോണ്ട് കോളേജിൽ ചേർത്തു. 1583 അദ്ദേഹം പഠനം ആരംഭിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ദൈവശാസ്ത്ര മേഖലയിലുള്ള ഒരു വലിയൊരു കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ആ കോൺഫറൻസിൽ ഈ ഫ്രാൻസിസ് ഡി സാലസ് പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന് അന്ന് ഏകദേശം 19 വയസ്സ് പ്രായമാണുള്ളത്. ആ കോൺഫറൻസ് പ്രീ ഡെസ്റ്റിനേഷനെ കുറിച്ചും ആത്മാവിൻ്റെ നിത്യനാശത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സായിരുന്നു. അത് പങ്കെടുത്തതിന് ശേഷം ഫ്രാൻസിസ് ഡി സാലസിന് വളരെയധികം മാനസികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. കാരണം അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോയിരിക്കുകയാണ്, ഇനി ഒരിക്കലും എൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടി. മാനസികമായി തീവ്ര ദുഃഖത്തിലേക്ക് കടന്നുപോയി. ഡെസ്പയറിന് അടിമപ്പെട്ടു. അദ്ദേഹം ശാരീരികമായി രോഗിയായി. ഇങ്ങനെ മാനസികമായി തീവ്രമായി ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഡിപ്രഷൻ പോലെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാരീസിലുള്ള അവർ ലേഡി ഓഫ് ബോൺ ഡെലിവറൻസ് എന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ ദേവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. അവർ ലേഡി ഓഫ് ബോൺ ഡെലിവറൻസ്, വിടുതലിൻ്റെ മാതാവിൻ്റെ ആ സ്റ്റാച്യു, ഏകദേശം 5.5 അടി പൊക്കമുള്ള ആ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തെ തീരെഴുതി കൊടുത്ത് 3 പ്രാർത്ഥനകൾ നടത്തി. അതിലൊന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ദൈവമേ, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായും പരിശുദ്ധ അമ്മ വഴി നിൻ്റെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ വിശുദ്ധിയിൽ ഞാൻ ജീവിക്കും. മൂന്നാമതായി, ഏറെ പ്രശസ്തമായ എത്രയും ദയുള്ള മാതാവേ മെമ്മൊറാറെ എന്ന പ്രാർത്ഥന അദ്ദേഹം വളരെ വിശ്വാസത്തോടു കൂടി അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു അത്ഭുതം നടക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന് അത്ഭുതകരമായി വിടുതൽ ലഭിക്കുകയാണ്. ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിലേക്ക് പോകുമെന്നുള്ള ചിന്തയിൽ നിന്നും അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച് സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖം വിട്ടുമാറി, നിരാശ വിട്ടുമാറി, ആകുലത വിട്ടുമാറി, ഭയം വിട്ടുമാറി. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ക്ലെയർമോണ്ട് കോളേജിൽ നിന്നും ആ ഉന്നതമായ പഠനം വളരെ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും പിന്നീട് നിയമത്തിലും ദൈവശാസ്ത്രത്തിലും ഉപരിപഠനം നടത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആർക്കും രക്ഷിക്കുവാൻ പറ്റാത്ത വിധത്തിൽ നിരാശയ്ക്ക് അടിമപ്പെട്ടിരുന്ന ആ യുവാവിനെ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി സഹായിച്ച് വിശ്വാസത്തിലേക്ക്, പ്രത്യാശയിലേക്ക് ആനയിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി മാറ്റി തിരുസഭയിലെ. സഹോദരങ്ങളെ, ഈ അവർ ലേഡി ഓഫ് വിടുതൽ ബോൺ ഡെലിവറൻസ് എന്ന് പറഞ്ഞ മാതാവിൻ്റെ സ്റ്റാച്യുവിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മാതാവിൻ്റെ കൈകളിലിരിക്കുന്ന ഉണ്ണി ഈശോ ഒരു കൈ മാതാവിൻ്റെ നേരെ നീട്ടി മാതാവിൻ്റെ നെഞ്ചിലാണ് വെച്ചിരിക്കുന്നത്, മറു കൈ ഈശോയുടെ നെഞ്ചിൽ വെച്ചിരിക്കുകയാണ്. അതിനർത്ഥം ഇതാണ്: അമ്മയിലൂടെ നീ എന്നിലേക്ക് വരിക. മാത്രമല്ല, ആ സ്റ്റാച്യുവിൻ്റെ അടിയിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അതിലെങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഓൺ മൈ ആംസ് ഗോഡ് സീക്സ് യുവർ സോൾ, കം ടു മീ ഓ മൈ ചൈൽഡ്. എൻ്റെ കൈകളിലൂടെ
നിന്റെ ആത്മാവിനെ ദൈവം അന്വേഷിക്കുന്നു. നീ എൻ്റെ അരികിലേക്ക് വരിക കുഞ്ഞെ. സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ രക്ഷിച്ച, സഹായിച്ച ആ പരിശുദ്ധ അമ്മ ഇന്നും ജീവിക്കുന്ന അമ്മയാണ്. ഉടലോടെ സ്വർഗാരോപിതയായി സ്വർഗത്തിലെത്തിയെങ്കിലും അവൾ ഇന്നും ഭൂമിയിൽ ഓടി നടക്കുകയാണ് തൻ്റെ മക്കളെ സഹായിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ഈ നിമിഷം ഈ മാതാവിൻ്റെ അത്ഭുത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമായിക്കൊള്ളട്ടെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ബോൺ ഡെലിവറൻസ് വിടുതലിൻ്റെ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ കയ്യിൽ ഒരു ഗ്ലോബുണ്ട്, ഭൂഗോളം. അതിൻ്റെ അർത്ഥം ഇതാണ്: യേശു കുരിശിലെ കാൽവരി യാഗത്തിലെ രക്തം വഴി ഈ ഭൂമിയിലെ സകല ജനപദങ്ങളെയും രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ രക്ഷ സൗജന്യമായി നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ നിങ്ങൾക്കുമുള്ളതാണ്. പഞ്ചാബികളും പാഴ്സികളും ഹിന്ദുക്കളുമെന്നും മുസ്ലിമുകളുമെന്നും ഒന്നുമില്ല. യേശുവിൽ എല്ലാവരും ഒന്നാണ്. പരിശുദ്ധ അമ്മ, പ്രിയപ്പെട്ടവരെ, സകലരും പരിശുദ്ധ അമ്മ, സകല മക്കളെയും പരിശുദ്ധ അമ്മ സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ യേശുവിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും. അതുകൊണ്ട് ഈ നിമിഷം വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ സഹായിച്ച പരിശുദ്ധ അമ്മ നമ്മളെയും സഹായിക്കുമെന്ന് വിശ്വസിക്കുക. സഹോദരങ്ങളെ, വിശ്വസിച്ചാലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. നമ്മുടെ ബുദ്ധിയും ചോദ്യങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വ്യാപരിച്ച് അമ്മയോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ ഞാൻ ഇന്നലെ കമൻറ്റ് ബോക്സിൽ വായിച്ചു. ആ മേഖലകളെല്ലാം വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ, കടബാധിതകൾ, രോഗങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, ഏത് മേഖലയിലുള്ള പ്രതിസന്ധിയുമാകട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കും. ഈ നിമിഷം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത്, മരിയൻ സാങ്ച്വറികളിൽ നടക്കുന്ന പ്രാർത്ഥനകളോട് ചേർത്ത്, പരിശുദ്ധ പിതാവിനോട് ചേർത്ത്, ഈ നിമിഷം അർപ്പിക്കുന്ന എല്ലാ ബലികളോടും ചേർത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ഈ നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ഈ മാതാവിൻ്റെ അത്ഭുത കഥകൾ കേട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയും തിരുക്കുമാരനോട് നീ അപേക്ഷിക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മ വഴി നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ആമീൻ.